ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ വിദേശ വ്യവസായിയുടെ ആരോപണം നിഷേധിച്ച ഡി മണി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ വിദേശ വ്യവസായിയെക്കുറിച്ചോ അറിയില്ലെന്ന് ഡി മണിയുടെ മൊഴി. KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഉണ്ണി, ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല അടക്കം ആരോപണം ഉന്നയിക്കുന്നത്. ഇതിലൊരു പുരാവസ്തു തട്ടിപ്പ് സംഘമുണ്ട്, പുരാവസ്തു തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതേ തുടർന്ന് വിദേശ വ്യവസായിയുടെ മൊഴിയെടുക്കുന്നു. വിദേശ വ്യവസായിയിൽ നിന്ന് ഡി മണിയിലേക്ക് എഴുതുന്നു. എന്നാൽ ഡി മണി കേരളത്തിലെത്തി, തിരുവനന്തപുരത്തെത്തി ഹാജരായി മൊഴി നൽകിയപ്പോഴും ഡി മണി പറയുന്നത് തനിക്കൊന്നും അറിയില്ല, തനിക്കൊരു ഇടപാടുമില്ല എന്നുള്ളതൊക്കെയാണ്. ഇത് എത്രത്തോളം മുഖവിലേക്ക് എടുക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് SIT പോകുന്നതെന്ന് വേണം കരുതാനായിട്ട്. മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു ആരോപണം, അത് വിദേശ വ്യവസായിയുടെ ഒരു കാര്യം ഉന്നയിച്ചാണ് പറഞ്ഞത്. കൂടാതെ പറഞ്ഞൊരു കാര്യം, ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തടക്കം ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് അടക്കമുള്ള ആരോപണം ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഡി മണിയിലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. തുടർന്ന് ഡി മണിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു SIT ഓഫീസിലേക്ക്. നേരത്തെ ഡി മണിയുടെ അടുക്കൽ പോയി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നത്. എന്തായാലും ഇന്നലെ ഡി മണി ഹാജരായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഡി മണി എന്നതാണ് കാണേണ്ട ഒരു കാര്യം. കൂടാതെ പ്രവാസിയെയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ തനിക്ക് അറിയില്ല എന്നതാണ് ഡി മണി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഈ മണിക്ക് പിന്നിലൊരു ഇറിഡിയം തട്ടിപ്പ് സംഘം എന്ന ഒരു നിഗമനത്തിലാണ് SIT ഉള്ളതെന്നാണ് കാണേണ്ടത്. കൂടാതെ ഈ മണിക്കൊപ്പം ചോദ്യം ചെയ്ത മണിയുടെ സഖായി ശ്രീകൃഷ്ണൻ ഇറിഡിയം തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്നതും കൂടി ഒരു സംശയത്തിലേക്ക് നയിക്കുന്നു. എന്തായാലും ഇതിന് പിന്നിലൊരു ഇറിഡിയം തട്ടിപ്പ് സംഘമുണ്ട് എന്ന നിഗമനത്തിലാണ് SIT ഉള്ളത്. കൂടാതെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പല പ്രമുഖരെയും ഉൾപ്പെടെ ഈ ശ്രീകൃഷ്ണൻ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. എന്തായാലും ഈ മണിയുടെ സംഘത്തിൻ്റെ മൊഴിയിൽ വലിയൊരു ദുരൂഹതയുണ്ടെന്നാണ് SITയുടെ ഒരു വിലയിരുത്തൽ. ആ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. കൂടാതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത്, ഈ സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ 3 പ്രതികളെയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് SIT പോകുന്നതെന്നാണ് കാണേണ്ട കാര്യം. ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അറിയാനാണ് അന്വേഷണ സംഘത്തിന് നീക്കമെന്നാണ് കാണേണ്ടത്. കൂടാതെ ഈ പോറ്റിക്കും ഭണ്ഡാരിക്കും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും ഈ സ്വർണ്ണക്കവർച്ചയിൽ ഒരുപോലെ പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഈ കൈക്കലാക്കി സ്വർണം എവിടെയൊക്കെ എത്തി എന്നത് അടക്കം വ്യക്തത ആവശ്യമുണ്ട്. അതിനെല്ലാം തന്നെ ഈ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉപകാരപ്പെടുമെന്നാണ് SIT മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ സർക്കാരിലേക്കോ രാഷ്ട്രീയ ഉന്നതരിലേക്കോ അടക്കം ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടോ, അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്ന കാര്യമടക്കം അന്വേഷിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിനെല്ലാം തന്നെ ഈ ചോദ്യം ചെയ്യൽ ഉപകാരപ്പെടും അല്ലെങ്കിൽ ഗുണകരമാകുമെന്നതാണ് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടാതെ ഈ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയുമായി പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊരു കാര്യം കൂടി SIT സംഘം അന്വേഷിക്കുന്നുണ്ട്. ആ നിലയ്ക്കാണ് ഇവർ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോകുന്നത് എന്നതാണ് കാണേണ്ടത്. എന്തായാലും ആ നിലയ്ക്കാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനടക്കം ചോദ്യം ചെയ്ത വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. എന്തായാലും അതിൽ ഒരു നടപടിയിലേക്ക് തന്നെ, അതായത് നിർണായകമായ നടപടിയിലേക്ക് തന്നെ, ഒരു ഘട്ടത്തിലേക്ക് തന്നെ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നതാണ് കാണേണ്ടത്. ഉന്നതരെ അടക്കം ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ PS പ്രശാന്തിനുമെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഉന്നത ബന്ധമുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആ രീതിയിൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നൊരാവശ്യം ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതോടൊപ്പം തന്നെ PS പ്രശാന്തിനെയും മൊഴിയെടുക്കുന്ന രീതിയിലേക്ക് SIT സംഘം കാര്യങ്ങൾ കൊണ്ടുപോയെന്നതാണ് കാണേണ്ടത്. കൂടാതെ വലിയ വിമർശനം ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം പോകുന്നില്ല, ഭരണസമിതിയിൽ എല്ലാവരിലേക്കും അന്വേഷണം പോകുന്നില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. കൂടാതെ വലിയ വിമർശനം SITക്കെതിരെ എല്ലാം തന്നെ വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം ജനുവരി ആദ്യവാരം പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള നീക്കം കൂടി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നതാണ് കാണേണ്ടത്. എന്തായാലും
ഈ വിദേശ വ്യവസായിയുടെ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചിരിക്കുകയാണ് ഡി മണി. ആ നിലയ്ക്ക് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് SIT സംഘം പോകാനുള്ള സാധ്യതയുള്ളത്. ഇവർക്ക് പിന്നിൽ ഒരു ഇരടിയം സംഘം എന്ന നിഗമനത്തിലും കൂടിയാണ് ഇപ്പോൾ SIT ഉള്ളതെന്നാണ് കരുതേണ്ട ഒരു കാര്യം. കൂടാതെ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വർണ്ണ കവർച്ച കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അടക്കമുള്ള മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് SIT പോകുന്നു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡി മണിയുടെ മൊഴി എത്രത്തോളം മുഖവിലക്കെടുത്തിട്ടില്ല. ഡി മണിയുടെയും സംഘത്തിൻ്റെയും മൊഴിയിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും വിലയിരുത്തുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് അന്വേഷണം നീങ്ങിയേക്കും. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കാനുള്ള മണിക്കൂറുകൾ കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു പ്രത്യേക അന്വേഷണ സംഘം. അതിനായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ്. കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിർണായക നീക്കങ്ങൾ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായേക്കാം എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്.